യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ജീവിക്കുമ്പോഴത്തേക്ക് പരമദരിദ്രരായിട്ടുള്ള ചിലപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ ഹോംലെസ് ആയിട്ടുള്ള മനുഷ്യർ ചിലപ്പോൾ അവർ നാറുന്നുണ്ടാവും. പക്ഷെ അവർ ചുമയ്ക്കുമ്പോൾ ഇങ്ങനെ ചുമക്കുന്നത്. അത് നമ്മൾ അതിശയം തോന്നും, ഇത്രയും വൃത്തിയില്ലാത്ത ഒരു മനുഷ്യൻ കുട്ടിക്കാലത്ത് ശീലിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ വൃത്തിയില്ലാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവർക്ക് കുളിക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന കാരണം കൊണ്ട് അവർ നാറുന്നു എന്നുള്ളതല്ല, അവരുടെ ശീലം അതല്ല. ഈ നമുക്കിപ്പോഴും വാഷ് ബേസിൻ എന്ന് പറയുന്നത് പല്ല് തേക്കൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ ജനലിൽ കൂടെ അറിയാതെ വാഷ് ബേസിൻ ഉള്ളവരാണ്. വാഷ് ബേസിനെ നമുക്ക് തുപ്പണം തോന്നിയാൽ വാഷ് ബേസിൽ പോയി തുപ്പണം എന്ന് ആലോചിക്കത്തില്ല, ജനലിൽ കൂടെയും വാതിലിനോടെയും പുറത്തേക്ക് തുപ്പിക്കും. അപ്പൊ വാഷ് ബേസിന് ഉള്ള വീടുകളിൽ പോലും നമ്മൾ ശീലിപ്പിക്കുന്നുണ്ട്. ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് സത്യമാണ്, ഈ വൃത്തിയുടെയും തുപ്പലിന്റെ ഒക്കെ. ഇത് കൂടാതെ ഞാൻ ഈ ടൂറിസ്റ്റുകളുടെ കാര്യം പറയാൻ കാരണം എനിക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളും കേരളത്തിലുണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്നൊക്കെ വരുന്നവരെ, പ്രത്യേകിച്ച് വികസിച്ച നാടുകളിൽ നിന്ന് വരുന്നവർ, അപ്പോൾ അവർക്കറിയാം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ റെസ്റ്റോറൻറ്റ് കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് തൊട്ടടുത്തായിരിക്കും വാഷ് ബേസിന്. അവിടെ വരുന്നവർ ഇല്ലാത്ത അലർച്ചി, വായിക്കാത്ത തൊണ്ടയിലേക്കായിട്ട് ശബ്ദവും തൂപ്പലും ഇതെല്ലാം കൂടെ കാണുമ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്നവർ ചിലർ അറച്ചു പോകുന്ന അങ്ങനെ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ നമ്മൾ ആ ശീലമൊക്കെ ഇനി എങ്ങനെ മാറ്റിയെടുക്കുക? അത് വലിയ ആൾക്കാരിൽ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്നും പാടാം. കുട്ടികൾ ചൊട്ടയിലെ ശീലം തുടരവരെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചൊല്ലാണ്. ഇത് കുട്ടിക്കാലത്ത് പരിശീലിപ്പിക്കേണ്ടതാണ്. അങ്ങനെ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ കുട്ടികള് വീട്ടിനകത്ത് മൂത്രം ഒഴിക്കാൻ അനുവദിക്കും. ഒരു 5 വയസ്സ് വരെ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നേ ഇല്ല. അതിന് ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നതിന് പോട്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നതൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചേ പറ്റൂ. അപ്പം അതൊരു 2 വയസ്സുള്ള കുഞ്ഞിനകത്ത് അത് പഠിപ്പിക്കാൻ പറ്റും. അത് നടന്നു തുടങ്ങുമ്പോൾ തൊട്ട് പോട്ടിയിൽ ഉപയോഗിക്കണമെന്നും അല്ലെങ്കിൽ ടോയ്ലറ്റിനകത്ത് പോകണമെന്നും പഠിപ്പിക്കുന്നത് വഴി തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത്. ഇതിപ്പം നമുക്ക് തന്നെ അറിയാം, ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞാൽ അത് കുട്ടിയാണെങ്കിൽ ഈ ബസ്സിനകത്ത് തന്നെ മൂത്രം ഒഴിക്കാൻ കുഴപ്പമില്ലെന്ന ആൾ വിചാരിക്കും. കുട്ടികൾക്ക് എന്തോ ലൈസൻസ് ഉള്ളത് പോലെ. അതേപോലെ തന്നെ പുറത്തോട്ട് ഇറങ്ങിയ ഉടനെ തന്നെ ആ ബസ് സ്റ്റോപ്പിനകത്ത് നമ്മളത് മൂത്രം ഒഴിക്കാൻ അനുവദിക്കും. ഇത് ഈ ട്രെയിനിങ് ആണ് നമുക്ക് ലഭിക്കാതിരിക്കുന്നത്. ഇന്ന് സത്യത്തിൽ പണ്ടില്ലാതിരുന്നത് കൊണ്ട് നമുക്കുണ്ടായ ഹാബിറ്റുകളാണെങ്കിൽ ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു വീടില്ലാതെ, അതിനൊരു ടോയ്ലറ്റ് ഇല്ലാത്ത വീടുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വിരല് നമുക്ക് എണ്ണി തീർക്കാവുന്ന സ്ഥലത്തായിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. ആ ട്രെയിനിങ് വീട്ടിനകത്ത് കൊടുക്കുന്നെങ്കിൽ സ്കൂളിൽ അത് കൊടുക്കേണ്ടതാണ്. എൻ്റെ ക്യാപ്റ്റീവ് ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്നത് 100% അഡ്മിഷനുള്ള ഒരു നാടാണ് കേരളം. ഒരു ഡ്രോപ്പ് ഔട്ട് ഉണ്ടാകുന്നതിന് 5-6 വയസ്സോ അല്ലെങ്കിൽ 10 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഡ്രോപ്പ് ഔട്ട് തന്നെ ഉണ്ടാകുന്നത്. അതുവരെ അവരെ നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ്. അപ്പൊ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടി തന്നെ മാറ്റി വെക്കേണ്ടതാണ്. ക്ലാസ് റൂം അപ്പൊ എന്ത് പറഞ്ഞാൽ ക്യാപ്റ്റീവ് കുട്ടിക്കാലത്ത് തൊട്ട് ഇപ്പം എല്ലാ വീട്ടിനകത്തും നല്ല ടോയ്ലറ്റ് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കണം എന്ന് പറയുന്നത് നടക്കണമെന്നില്ല. പക്ഷെ സ്കൂളിനകത്ത് നല്ല ടോയ്ലറ്റ് എൻഷർ ചെയ്യപ്പെടേണ്ടതാണ്. അത് അംഗനവാടി തൊട്ട് ഈ ടോയ്ലറ്റ് ട്രെയിനിങ് ആരംഭിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. അവിടെ തന്നെയാണ് നമ്മൾ ഈ തുപ്പുക, മലമൂത്ര വിസർജനം ചെയ്യുക എന്ന പോലെ തന്നെയാണ് ഈ സാധനങ്ങൾ വലിച്ചെറിയുന്നത് പഠിപ്പിക്കുന്നത്. ഈ സാധനങ്ങൾ വലിച്ചെറിയുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇടമില്ല. അത് ഓരോന്നും ഇടേണ്ടത് എവിടെയാണെന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് വീണ്ടും ഈ ക്ലാസ് റൂമിനകത്ത് ആണ് നടക്കുന്നത്. ഇനി സ്വിറ്റ്സർലൻഡ് ജനീവ ജീവിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, ഈ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഉപയോഗിച്ച് പോകുന്ന ചില സാധനങ്ങളുണ്ട്. കുട്ടികൾ സ്കൂളിൽ കൊച്ചുകുട്ടികൾ അവർ കാണുമ്പോൾ അവര് പോലും അറിയാടുത്ത് ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് പോകുന്നതല്ല. അപ്പൊ അവര് ട്രെയിനിങ്ങിന്റെ ആണ്. അതങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ ഒരു കുഞ്ഞിനോട് ഒരു മുട്ടായി തിന്നിട്ട് ആ ബിസ്ക്കറ്റ് അവര് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എറിയുമ്പോൾ പുറത്ത് വീഴും. ഒരാളും അത് ശ്രദ്ധിക്കത്തില്ല. അമ്മയായാലും അച്ഛനായാലും കൂടെ നിൽക്കുന്നവര് അങ്ങനെ അവിടോട്ട് എറിഞ്ഞത് വരെ വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. അത് തലേന്ന് എടുപ്പിച്ച് അതിനകത്ത് ഇടിയിക്കണം. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യമുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു കാര്യം ഫേസ്ബുക്കിൽ പറയുകയോ എഴുതുകയോ ചെയ്തപ്പോഴത്തേക്ക് 2-3 പേരെങ്കിലും വന്നിട്ട്, ഡോക്ടർ ഇതൊക്കെ സായിപ്പിന്റെ നാട്ടിൽ നടക്കും, നമ്മൾ സാധാരണക്കാരാ, നമ്മൾ അങ്ങനെ ഒരു വ്യത്യാസത്തിന്റെ ലൈസൻസ് മാത്രമാണ്. സാധാരണക്കാർക്ക് നാട്ടുകാരെ അടിക്കാനും ഒക്കെ ലൈസൻസ് ഉണ്ടോ? അങ്ങനൊന്നും ഇല്ലല്ലോ. നമ്മൾ നിയമങ്ങളെ പറ്റി പറയുമ്പോൾ റോഡ് നിയമങ്ങൾ പഠിക്കണോ എന്ന് പറഞ്ഞാൽ സായിപ്പിന്റെ നാട്ടിൽ പഠിച്ചാൽ മതി. അങ്ങനെ അതൊക്കെ ഈ
ഒഴിവ് കഴിവ് പറയുന്നത് മദ്യം കഴിച്ചു കഴിഞ്ഞ് ഞാൻ വലിയ പണിയെടുത്തു കഴിഞ്ഞാൽ മദ്യം കഴിക്കണം എന്ന് ഭാര്യമാരെടുത്ത് വാർത്തക്കാൻ അവർ പറയുന്ന രീതിയുണ്ട്. ഭയങ്കര കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മദ്യപിക്കട്ടെ. ഇതുപോലുള്ള ലൈസൻസുകളല്ല ഏരിയയാണ്. അല്ല ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ല. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് കാർഷിക സംസ്കാരം. അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്. നമുക്കിതൊക്കെ ഇല്ലാതിരുന്ന സമയത്തുണ്ടായിരുന്ന സംസ്കാരം മാത്രമാണ്. അല്ലാതെ ദരിദ്രവാസിയുടെ സംസ്കാരമായിട്ട് തന്നെ നമ്മളത് മനസ്സിലാക്കണം. ഇല്ലായ്മയുള്ളവരുടെ സംസ്കാരമായിട്ടാണ്.